എല്ലാവർക്കും ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വേഴ്സ് ബി ക്ലാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണ് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് യൂട്യൂബിൽ തന്നെ എഴുതണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുമെങ്കിൽ അവർക്ക് കൂടി അയച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ഒക്കെ പ്രസ് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇനി എന്താണ് ഈ മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് എന്നത് നമുക്ക് നോക്കാം. മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റുകളുടെ നിയന്ത്രണം ഒരു സ്വിച്ചിൽ കൊടുക്കുന്നതിനെയാണ് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത്. കുറച്ച് ലൈറ്റുകളുടെ സ്വിച്ച് തനിച്ചും ഓപ്പറേറ്റ് ചെയ്യാം. ഈ മാസ്റ്റർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൊതുവേ ഇത് ഏതെങ്കിലും ഒരു മാസ്റ്റർ ബെഡ്റൂമിലായിരിക്കും മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് വെക്കുന്നത്. അങ്ങനെയാണ് ഇതിന് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് എന്ന പേര് വന്നത്. ഇല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാൻ സാധിക്കും. പൊതുവേ മാസ്റ്റർ ബെഡ്റൂമിലാണ് വെക്കുന്നത്. അപ്പോൾ രാത്രിയിൽ പുറത്ത് നമുക്കൊരു അനക്കം ശ്രദ്ധയിൽപ്പെട്ടാലോ അതല്ലെങ്കിൽ ഒരു അപരിചിതർ നമ്മളുടെ വീടിൻ്റെ പുറകിലോ എവിടെയോ ഇങ്ങനെ ചാടി വന്നോ അല്ലെങ്കിൽ പതുങ്ങി നിൽക്കുന്നതായിട്ടോ തോന്നിയാൽ നമുക്ക് ഈ ഒരു ഒറ്റ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ള എല്ലാ ലൈറ്റുകളും ഓണാകുകയും അകത്തുള്ള കോമൺ ഏരിയയിലുള്ള ചില ലൈറ്റുകൾ ഓണാകുകയും ചെയ്യുന്നു. അതോടുകൂടി നമ്മൾക്ക് ഇതിൻ്റെ ഉപയോഗം നമുക്ക് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ കള്ളന്മാരാണെങ്കിൽ അവർ ആ സമയം കൊണ്ട് തന്നെ ഓടി രക്ഷപ്പെടും. അപ്പോൾ ഇത് നമ്മൾക്ക് വലിയൊരു അനുഗ്രഹം പെട്ട ഒരു സ്വിച്ചാണ് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളീ കാണുന്നതാണ് ഒരു മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് വയറിംഗ് ചെയ്യുവാനുള്ള സാധനങ്ങൾ. ഇതാണ് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച്, അതായത് 16 ആംപിയർ സ്വിച്ച്. ഇത് സാധാരണ ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഈ മാസ്റ്റർ കൺട്രോളിന് ഇതൊരു 2 വേ കൺട്രോൾ സ്വിച്ചായിട്ടാണ് വെക്കുന്നത്. ഇത് ബൾബാണ്. നമ്മൾ ഇതേപോലെ ഈ സ്വിച്ചും ബൾബും എത്ര വേണമെങ്കിലും ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിങ്ങുകളൊന്ന് ചെയ്യുകയാണ്. ഇത് അത്യാവശ്യം വയറിങ് ചെയ്യുവാനും വേണ്ടിയുള്ള വയറുകളാണ് ഇതുള്ളത്. ഇതിൻ്റെ മെയിൻ വയറായ 2.5 സ്ക്വയർ mm തന്നെ ഈ 16 ആംപിയർ സ്വിച്ചിൽ കണക്ട് ചെയ്യണം. അതിൽ നിന്ന് സബ് സ്വിച്ച് എത്രയുണ്ടോ അതിലോട്ടൊക്കെ തന്നെ 2.5 സ്ക്വയർ mm ഇല്ലെങ്കിൽ 1.5 സ്ക്വയർ mm മിനിമം എങ്കിലും കണക്ട് ചെയ്തിരിക്കണം. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്വിച്ചിൻ്റെ ഈ വയറിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ കട്ടിയുള്ള വയറാണ് ഇതിൻ്റെ ഫേസായിട്ട് മെയിൻ വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 1 സ്ക്വയർ mm ആണ് ഈ സബ് സ്വിച്ചിലോട്ട് വരുന്നത്. ഈ എല്ലാ ലൈറ്റിൻ്റെ സ്വിച്ചിലോട്ട് വരുന്നത് 1 സ്ക്വയർ mm ആണ്. അതിൻ്റെ താഴെയും വരുന്നത് 1 സ്ക്വയർ mm ആണ്. മുകളിൽ ഞാൻ ഈ റെഡ് വയർ കണക്ട് ചെയ്തു, താഴെ ബ്ലൂ വയർ കണക്ട് ചെയ്തു. വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഈ ബൾബിൻ്റെ വയറായ യെല്ലോ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ആ സർക്യൂട്ട് നോക്കുമ്പോൾ എളുപ്പം മനസ്സിലാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഈ മാസ്റ്റർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ മാസ്റ്റർ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലും ലൈറ്റ് കത്തുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസ്റ്റർ സ്വിച്ച് ഓണായി കിടക്കുമ്പോൾ ഈ ചെറിയ സ്വിച്ച് നമ്മൾ ഏത് പൊസിഷനിലിട്ടാലും കത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിക്കരുത്. ഈ മാസ്റ്റർ സ്വിച്ചാണ് ഓണായി കിടക്കുന്നതെന്ന് എത്രയും വേഗം മനസ്സിലാക്കുക. അത് പ്രകാരം അത് ചെന്ന് ഓഫ് ചെയ്യുക. ഇതുപോലെ എത്ര ലൈറ്റ് വേണമെങ്കിലും ഇതേപോലെ സിംഗിൾ സ്വിച്ചായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാം. സിംഗിൾ സ്വിച്ചായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതൊരു 2 വേ കൺട്രോൾ സ്വിച്ചായിട്ടാണ് വരുന്നത്. ഈ സ്വിച്ച് ഇങ്ങനെ നടുക്കത്തെ പൊസിഷനിൽ ഓണുമല്ല ഓഫുമല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഈ ബൾബ് കെടുന്നതാണ് ഈ മാസ്റ്റർ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ. അതല്ല, ഈ സ്വിച്ച് ഏത് വസ്തു വന്നാലും
ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ മാസ്റ്റർ സ്വിച്ച് ഓൺ ആണെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാണുന്നതാണ് മാസ്റ്റർ കൺട്രോൾ വയറിംഗ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ കൺട്രോൾ ലൈറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇങ്ങനെയാണ് മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് വയറിംഗ് ചെയ്യുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും എൻ്റെ നന്ദി. പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.